മനുഷ്യകുലത്തിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരം കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഒട്ടേറെ വിജയപരാജയങ്ങളുടെ നീണ്ട കഥ തന്നെയുണ്ട്. അത്തരത്തിൽ മനുഷ്യരാശിയെ അമ്പരപ്പിച്ച ഒരു കണ്ടെത്തലായിരുന്നു ഇലക്ട്രിക് ബൾബിന്റേത്. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വൈദ്യുതോർജ്ജം വികസിച്ചതോടെ മിക്ക രാജ്യങ്ങളും പബ്ലിക് ലൈറ്റുകൾ ഉപയോഗിച്ചിരുന്നു. ഈ തൂണിനുള്ളിൽ ആർക്ക് ലാമ്പുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത ബൾബാണ് ആർക്ക് ലാമ്പ്. ഇത് കണ്ടെത്തിയത് ഹംഫ്രി ഡേവിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ കണ്ടുപിടുത്തമായ ബാറ്ററിയും കുറച്ചു വയറുകളും ഒരു കഷ്ണം കാർബണുമായി ബന്ധിപ്പിച്ചപ്പോൾ കാർബൺ ജ്വലിച്ച് പ്രകാശം പരത്തി. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തെ വൈദ്യുതി വെളിച്ചം ഇതായിരുന്നു എന്ന് പറയാം. എന്നാൽ ഈ ആദിമ രൂപത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവയിലെ പ്രകാശിച്ചു നിൽക്കുന്ന ഫിലമെന്റുകൾ പെട്ടെന്ന് ഫ്യൂസ് ആകുമായിരുന്നു. അങ്ങനെയാണ് ഇൻകാൻഡസന്റ് ലാമ്പിന്റെ വരവ്. CFLകളും ട്യൂബ് ലൈറ്റുകളും അരങ്ങിലെത്തുന്നതിന് മുമ്പ് ഇൻകാൻഡസന്റ് ബൾബുകളായിരുന്നു താരം. ഒരു ചെറിയ ലോഹക്കമ്പിയിലൂടെ വൈദ്യുതി കടത്തിവിടുകയും അതൊരു പ്രത്യേക പരിധി വരെ ചൂടാകുമ്പോൾ പ്രകാശം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇൻകാൻഡസന്റ് ബൾബിനുള്ളിലെ പ്രവർത്തനം. ബൾബ് കണ്ടുപിടിച്ച ആദ്യത്തെ വ്യക്തി എഡിസൺ അല്ല, അത് ഹംഫ്രി ഡേവിയാണ്. ബൾബ് കണ്ടുപിടിച്ച ഒരേ ഒരു വ്യക്തിയും എഡിസൺ അല്ല. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മനുഷ്യരാശിക്ക് പ്രയോജനപ്പെട്ട ഇലക്ട്രിക് ബൾബിന്റെ ആദ്യത്തെ അവകാശിയാണ് എഡിസൺ. 1878 മുതൽ 1880 വരെയുള്ള ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തോമസ് ആൽവ എഡിസൺ 3000-ഓളം വ്യത്യസ്ത പരീക്ഷണങ്ങളാണ് നടത്തിയത്. ബൾബ് ഉണ്ടാക്കാനുള്ള ഗ്ലാസ് ഉരുക്കാനായി മാത്രം അദ്ദേഹത്തിന് സ്വന്തമായൊരു ഫാക്ടറി തന്നെ ഉണ്ടായിരുന്നു. ബൾബ് എന്ന സ്വപ്നത്തിലേക്ക് എത്താനായി അദ്ദേഹം പല രൂപത്തിലും പല സ്വഭാവത്തിലുമുള്ള ഗ്ലാസുകൾ ഉപയോഗിച്ച് നിരവധി രൂപങ്ങളും ഉണ്ടാക്കി. അതുവരെ ഉപയോഗിച്ചിരുന്ന ആർക്ക് ലാമ്പുകളിൽ പ്രതിരോധം കുറഞ്ഞ ലോഹങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അവ ചൂടായി വെളിച്ചം പുറപ്പെടുവിക്കാൻ വളരെ കൂടുതൽ വൈദ്യുതി ആവശ്യമായിരുന്നു. ഈ പ്രശ്നം മറികടക്കുക എന്നതായിരുന്നു എഡിസന്റെ ആദ്യത്തെ വെല്ലുവിളി. 1879 ജനുവരി ആയപ്പോഴേക്കും ഉയർന്ന പ്രതിരോധശേഷിയുള്ള ലോഹം ഉപയോഗിച്ച് ബൾബ് നിർമ്മിക്കുന്നതിൽ എഡിസൺ വിജയിച്ചു കഴിഞ്ഞിരുന്നു. വായുശൂന്യമായ ഒരു ഗ്ലാസ് ബൾബിനുള്ളിൽ നേർത്ത പ്ലാറ്റിനം കമ്പിയാണ് ഫിലമെന്റായി അദ്ദേഹം ഉപയോഗിച്ചത്. കമ്പി ഉരുകാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. എങ്കിലും വളരെ കുറച്ചു മണിക്കൂറുകൾ പ്രകാശിച്ച ശേഷം അതിന്റെ ഫിലമെന്റും ഉരുകിപ്പോവുകയാണ് ഉണ്ടായത്. ഈ പ്രശ്നം പരിഹരിക്കാനായി പല പല വസ്തുക്കൾ അദ്ദേഹം ഫിലമെന്റായി പരീക്ഷിച്ചു നോക്കി. എന്തിനേറെ, മുളയും പച്ചക്കറിത്തണ്ടുകളും വരെ അതിൽ ഉൾപ്പെട്ടിരുന്നു. തുടർന്നും നിരവധി പരീക്ഷണങ്ങൾ നടത്തിയ അദ്ദേഹം ഓരോ തവണയും ഫിലമെന്റ് കത്തിത്തീരാനെടുക്കുന്ന സമയത്തിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. ഇന്ന് ഫിലമെന്റായി നമ്മൾ ഉപയോഗിക്കുന്ന ടങ്സ്റ്റൺ അന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലും വന്നിരുന്നു. എങ്കിലും അന്ന് ലഭ്യമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കടുപ്പമേറിയ ടങ്സ്റ്റൺ ലോഹത്തെ ഫിലമെന്റാക്കി മാറ്റുക അത്ര എളുപ്പമായിരുന്നില്ല. അവസാനം 1880-ൽ 1500 മണിക്കൂർ കത്തി നിൽക്കുന്ന 16 വാട്ടിന്റെ ഒരു ബൾബ് അദ്ദേഹം നിർമ്മിച്ചു. ലോക ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു അത്. എന്നാൽ ഈ കണ്ടുപിടുത്തത്തിന് ഒരു മറുപുറം കൂടിയുണ്ട്. എഡിസനേക്കാൾ മുന്നേ ബൾബ് കണ്ടെത്തിയ മറ്റൊരാളുണ്ട്, ഇംഗ്ലണ്ടുകാരനായ ജോസഫ് വിൽസൺ സ്വാൻ. അദ്ദേഹവും എഡിസന് സമാനമായ രീതിയിൽ വായുശൂന്യമായ ഗ്ലാസിനുള്ളിൽ ഫിലമെന്റ് ഫിക്സ് ചെയ്താണ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. 1850-ൽ തന്നെ ജോസഫ് സ്വാൻ കാർബൺ പൂശിയ പേപ്പർ ഫിലമെന്റുകൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ആദ്യകാലങ്ങളിൽ ബൾബ് നിർമ്മാണത്തിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ബൾബിന്റെ ഉൾഭാഗം പൂർണ്ണമായും വായുശൂന്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. മാത്രവുമല്ല, അതിനുള്ള ഉപകരണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുമില്ല. പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങൾക്കൊടുവിൽ സ്വാൻ കണ്ടെത്തിയ ബൾബിന് 1878-ൽ ബ്രിട്ടീഷ് പേറ്റന്റ് ലഭിച്ചു. 1879-ൽ തന്നെ ജോസഫ് സ്വാൻ ഇംഗ്ലണ്ടിലെ വീടുകളിൽ ബൾബുകൾ സ്ഥാപിച്ചു നൽകാൻ തുടങ്ങിയിരുന്നു. പിറ്റേ വർഷം ഒരു പൊതു പ്രദർശനം നടത്തി ജനങ്ങൾക്ക് ഈ കണ്ടുപിടുത്തത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു. 1881-ൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ബൾബുകൾ നിർമ്മിക്കാനായി അദ്ദേഹം സ്വാൻ ഇലക്ട്രിക് കമ്പനി സ്ഥാപിച്ചു. സ്വാൻ പേറ്റന്റ് നേടിയ 1878-കളിൽ എഡിസൺ തന്റെ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1880-കളായപ്പോഴേക്കും എഡിസൺ ബൾബിന്റെ കണ്ടുപിടുത്തം പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ ഇതറിയാനിടയായ ജോസഫ് സ്വാൻ പേറ്റന്റ് തട്ടിയെടുത്തു എന്നാരോപിച്ച് എഡിസണെതിരെ കേസ് കൊടുത്തു. അങ്ങനെ എഡിസൺ ബ്രിട്ടനിൽ കുറച്ചുകാലം കോടതി കയറി ഇറങ്ങേണ്ടി വന്നു. കേസ് തോറ്റതിനെ തുടർന്ന് ബ്രിട്ടനിലെ ജോലികളിൽ എഡിസന് സ്വാനിനെ കൂടി പങ്കാളിയാക്കേണ്ടി വന്നു. അങ്ങനെ അവർ തുടങ്ങിയ കമ്പനിയാണ് എഡിസ്വാൻ കമ്പനി. പിൽക്കാലത്ത് ഈ കമ്പനി പല കൈ മറിഞ്ഞാണ് ഇന്നത്തെ വമ്പനായ ജനറൽ ഇലക്ട്രിക് കമ്പനിയായി മാറിയത്. 1906-ൽ ടങ്സ്റ്റൺ എന്ന ലോഹത്തെ ഇൻകാൻഡസന്റ് ബൾബിനുള്ളിൽ ഫിലമെന്റാക്കി മാറ്റുന്നതിനുള്ള വിദ്യ ഈ കമ്പനി കണ്ടുപിടിച്ചു. അതിന് പേറ്റന്റും ലഭിച്ചു.
1910 വില്യം ഡേവിഡ് കൂളിഡ്ജ് എന്നയാൾ ഫിലമെന്റ് നിർമ്മിക്കാൻ വളരെ ചെലവ് കുറഞ്ഞൊരു വിദ്യ കൂടി കണ്ടുപിടിച്ചു. ഇതോടെ ബൾബ് കൂടുതൽ പ്രചാരത്തിലായി. എഡിസന് മുമ്പ് ഏകദേശം 20ഓളം ആളുകൾ ബൾബിന്റെ വിവിധ രൂപങ്ങൾ കണ്ടുപിടിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബൾബ് രൂപങ്ങളെയും അപേക്ഷിച്ച് മികച്ചതെന്ന അഭിപ്രായം നേടിയത് എഡിസൺ കണ്ടെത്തിയ ബൾബായിരുന്നു. ബൾബ് കണ്ടെത്തിയത് തോമസ് ആൽവ എഡിസൺ ആണെന്ന് പറയുമ്പോഴും അതിനു പിന്നിൽ നമ്മളിൽ പലർക്കും അറിയാത്ത ഇങ്ങനൊരു ചരിത്രം കൂടിയുണ്ട്.